ഷാഫി പറമ്പിൽ എംപിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നാരോപിച്ച ഡിവൈഎഫ്ഐക്കെതിരെ മണ്ണാർക്കാട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി. ഡിവൈഎഫ്ഐക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളും ഭീഷണികളും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചു. കസേര ഉറപ്പിക്കാൻ വേണ്ടി പി.കെ. ശശിയെ തെറി പറയുകയാണെന്നും കണ്ണിലെ കൃഷ്ണമണി എന്ന് പറഞ്ഞവർ ഇപ്പോൾ കണ്ണുകുത്തി പൊട്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് അരുൺകുമാർ പാലക്കുറിശി പറഞ്ഞു. ഡിവൈഎഫ്ഐക്ക് മണ്ണാർക്കാട് യൂത്ത് കോൺഗ്രസിനെ നേരിടാനുള്ള ശേഷിയില്ലെന്ന് അരുൺകുമാർ പാലക്കുറിശി പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ സ്ഥാനത്തിന് വേണ്ടി ചില തെമ്മാടികളായ ഡിവൈഎഫ്ഐക്കാർ, അത് പ്രത്യേകിച്ച് മണ്ണാർക്കാട്ടിലെ ചില ആളുകൾ എന്താ പറയണെന്നറിയോ, CPM-ന്റെ നേതാക്കന്മാർക്കെതിരെ അവര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ അവർക്ക് എന്തെങ്കിലും സ്ഥാനങ്ങൾ കിട്ടുമെന്നുണ്ട്. പ്രത്യേകിച്ച് ചില നേതാക്കന്മാർക്കെതിരെ എന്തെങ്കിലും പറയണം, അങ്ങനെ പറഞ്ഞാലേ അവരെ സ്ഥാനമാനങ്ങളൊക്കെ ഉറപ്പിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞതല്ല. CPM-ന്റെ മുൻ ഭാരവാഹിയായിരിക്കുന്ന ഒരു നേതാവ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഈ നേതാവിന്റെ ഒപ്പം നിന്ന് കിട്ടാവുന്നതെല്ലാം മേടിച്ചു. ഇനി ആ നേതാവിനെ കുറ്റം പറഞ്ഞാലോ തെമ്മാടിത്തരം പറഞ്ഞാലോ എന്തെങ്കിലും കിട്ടൂ എന്നുണ്ടെങ്കിൽ ആ പണി CPM-ന്റെ ഓഫീസിൽ പോയെടുക്കണം. അത് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ നെഞ്ചത്തെടുക്കാൻ വരണ്ട എന്ന് വിനീതമായ അഭ്യർത്ഥനയാണ് ഡിവൈഎഫ്ഐക്കാരോട് ഞങ്ങൾക്കുള്ളത്. പി.ടി. ബൽറാമിനെ മണ്ണാർക്കാട് കാലുകുത്താൻ സമ്മതിക്കില്ലെന്ന് ഡിവൈഎഫ്ഐ വെല്ലുവിളിച്ചപ്പോൾ കുന്തിപ്പുഴ പാലത്തിലിറക്കി CPM ഓഫീസിന് മുന്നിലൂടെ കൊണ്ടുവന്ന ചരിത്രം യൂത്ത് കോൺഗ്രസിനുണ്ടെന്നും അരുൺകുമാർ ഓർമ്മിപ്പിച്ചു. പ്രിയപ്പെട്ട പി.ടി. ബൽറാം MLA ആയിരുന്നപ്പോ AKGയുടെ വിഷയത്തിൽ പറഞ്ഞു, മണ്ണാർക്കാട്ടല്ല കേരളത്തിൽ കാലുകുത്താൻ പി.ടി. ബൽറാമിനെ സമ്മതിക്കില്ല എന്ന് അഭിമാനത്തോടു കൂടി പറയുന്നു. ആ പി.ടി. ബൽറാമിനെ ആ പ്രശ്നം നടക്കുമ്പോ മണ്ണാർക്കാട്ട് അങ്ങാടിയിൽ കൊണ്ടുവന്ന് കുന്തിപ്പുഴ പാലത്തിലിറക്കി അവിടെ നിന്ന് വാഹനത്തിൽ കൊണ്ടുവന്ന് CPM-ന്റെ ഓഫീസിന്റെ മുമ്പിൽ നിർത്തിയ ചരിത്രം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന് മണ്ണാർക്കാട്ട് അങ്ങാടിയിലുണ്ട് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നൌഫൽ തങ്ങളും രൂക്ഷമായ ഭാഷയിലാണ് പ്രസംഗിച്ചത്. പിണറായി വിജയൻ എന്ന കേരളം ഭരിക്കുന്ന ഡബിൾ ചങ്കന്റെ കോഴി ഫാമിന് കാവൽ നിൽക്കുന്ന കോഴിക്കാട്ടൻ കോഴികൾ ഞങ്ങളുടെ നേതാവിനെ തടയുന്നു, തെറി പറയുന്നു. ഇതൊക്കെ ഞങ്ങൾ കാണുന്നു. എപ്പോഴും ഇങ്ങനെ ക്ഷമിച്ച് കയ്യും കെട്ടി ഞങ്ങൾ നിൽക്കില്ല. കാല് കുയ്യിക്ക് നീട്ടാനായി തൈലം തേച്ച് വീട്ടിലിരിക്കേണ്ട പ്രായത്തിൽ വാട്സപ്പിൽ മെസ്സേജ് വിട്ട് ഫോണിലൂടെ പൂച്ചക്കുട്ടി എന്ന് വിളിച്ച് ലാളിച്ച ആള് മന്ത്രിസഭയിലുണ്ട്. ഇപ്പോഴും കുറെ ആരോപണങ്ങൾ ഏറ്റുവാങ്ങുന്ന ഗണേഷ് അവിടെയുണ്ട്, മുകേഷ് അവിടെയുണ്ട്. അങ്ങനെ തൊട്ട് സംസ്ഥാന, ജില്ലാ, ഏരിയ, ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റിയിൽപ്പെട്ട എന്തിന് കോവിഡ് ബാധിച്ച സ്ത്രീയെ റേപ്പ് ചെയ്ത ഡിവൈഎഫ്ഐക്കാർ വരെ അപ്പുറത്തുള്ളപ്പോ ഞങ്ങളെ നന്നാക്കാൻ നിങ്ങൾ മെനക്കെടണ്ട. CCN മണ്ണാർക്കാട്.